ഹായ്, വെൽക്കം ടു മദർഹുഡ് ഫാമിലി. എല്ലാവർക്കും സുഖമല്ലേ? ഇത് നിങ്ങളുടെ ജോസ്മി. ഇപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക് എന്താ നോക്കാം. ഇന്നത്തെ ടോപ്പിക്കിലൂടെ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇത് ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷൻ ബട്ടണോട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പം ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭിണികൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നത് നല്ലതാണോ ചീത്തയാണോ? അതിന് ഒറ്റ ആൻസറേ ഉള്ളൂ, ചീത്തയാണ്. അതായത് ഗർഭിണികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവർക്കും തന്നെ അറിയായിരിക്കും, എല്ലാവരും കേട്ടിട്ടുള്ള ന്യൂസ് ആയിരിക്കും. ഞാനും ഒരിക്കലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വായിച്ചിട്ടുമുണ്ട്. അതായത് നമ്മുടെ US 60% കുഞ്ഞുങ്ങൾ മെൻ്റൽ പ്രോബ്ലം ആയിട്ടാണ് അവർ ജനിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സ് വിദഗ്ധർ ഇങ്ങനെ നോക്കിയപ്പം, അതായത് അമ്മമാർ കുഞ്ഞുങ്ങൾ വയറ്റിലായിരിക്കുന്ന സമയത്ത് അമ്മമാർ മൊബൈൽ യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു പ്രോബ്ലമാണ്, ആ ഒരു പ്രശ്നമാണ് കുഞ്ഞുങ്ങൾക്ക് ജനിച്ചു കഴിയുമ്പം കുഞ്ഞുങ്ങൾ മെൻ്റലി റിട്ടയർഡായിട്ട് അവർ ജനിക്കുന്നത്. അപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കൂടുതലായിട്ട് കുഞ്ഞുങ്ങൾ വയറ്റിലുള്ള സമയത്ത് നമ്മൾ കൂടുതലായിട്ട് മൊബൈൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഡിയേഷൻ കിട്ടിക്കൊണ്ട്, മൊബൈൽ നല്ല റേഡിയേഷൻ ആണല്ലോ, ആ റേഡിയേഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെന്ന് വെച്ചാൽ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് പകുതി വെച്ച് സ്റ്റോപ്പായി പോവുകയാണ്. അപ്പം ബ്രെയിൻ ഡെവലപ്മെൻറ്റ് ശരിക്കും നടന്നില്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആ ഡോക്ടർ ഞാൻ ആ ന്യൂസ് വായിച്ചിട്ടുമുണ്ട്, പിന്നെ എൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുമുണ്ട്. അപ്പം ശരിക്കും എല്ലാവരും പറയുന്നത് നമ്മൾ മൊബൈൽ ഉപയോഗിക്കാനേ പാടില്ല, നമ്മുടെ മൊബൈലിൻ്റെ റേഡിയേഷൻ അത്രയ്ക്കാണ്. അപ്പം എല്ലാവരും ഓർക്കും, ഇപ്പം ഇവളിങ്ങനെയൊക്കെ പറയും, ഇവളുടെ സമയത്ത് ഇവളെങ്ങനെയായിരുന്നു ഉപയോഗിച്ചതെന്നൊക്കെ എല്ലാവരും ചിന്തിക്കാം. എൻ്റെ സമയത്ത് ഞാൻ പറയാം, ഞാൻ അങ്ങനെ ഉപയോഗിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാം ഓൺലൈനിൽ പർച്ചേസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അങ്ങനെ ചെയ്യേണ്ട സമയം വരുമ്പോൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു മൊബൈൽ. അപ്പം മൊബൈൽ എന്ന് വെച്ചാൽ പിന്നെ ഞാൻ അതിനെന്താ ഒരു സൊല്യൂഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കതിനൊരു സൊല്യൂഷൻ കിട്ടി. അപ്പം ഞാൻ നേരെ അതിലോട്ട് ഞാൻ മാറ്റി. അതായത് മൊബൈൽ ഉപയോഗിക്കാതെ ഞാൻ ആ ഒരു സൊല്യൂഷനിലൂടെ ഞാൻ കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ അങ്ങനെ ഞാൻ മൊബൈൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ മൊബൈൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള പ്രശ്നം ഞാൻ ശരി പറഞ്ഞല്ലോ, അതായത് റേഡിയേഷൻ നന്നായിട്ട് നമ്മുടെ സ്റ്റൊമക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെയാണ് അത് ബാധിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളായിട്ട് ഇല്ലാണ്ടാക്കണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അനുസരിക്കുക. കാരണം മൊബൈൽ ഇല്ലെങ്കിലും നമുക്ക് പല വഴികളുമുണ്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാൻ. കാരണം വർക്ക് ചെയ്യുന്ന അമ്മമാരൊക്കെ ഉണ്ടാകും, പെൺകുട്ടികളുണ്ടാകാം. അപ്പോൾ അവർക്കൊക്കെ ചെയ്യണമെങ്കിൽ മൊബൈൽ തന്നെ വേണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ അതിന് വഴികളുള്ളത് ഞാൻ പറയാം. ഇപ്പം ഇൻസ്റ്റെഡ് ഓഫ് മൊബൈൽ വി ക്യാൻ യൂസ് ലാൻഡ് ഫോൺ. അത് നിങ്ങൾക്ക് അറിയാമല്ലോ, നമുക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ലാൻഡ് ഫോൺ. അപ്പം മൊബൈലിൽ തന്നെ നമുക്കിപ്പം സംസാരിക്കണം എന്നില്ല, നമ്മുടെ ലാൻഡ് ഫോൺ ഉപയോഗിച്ച് നമുക്ക് വിളിച്ചാലും മതി. ഇപ്പം നമ്മുടെ ഹസ്ബൻഡൊന്നും കൂടെ ഇല്ലെങ്കിൽ നമ്മൾ അവരോട് ലാൻഡ് ഫോണിൽ സംസാരിക്കുക. പിന്നെ ഇപ്പം എന്താ പറയുക, ഇനി നിങ്ങൾക്ക് ലാൻഡ് ഫോൺ നിങ്ങളുടെ വീട്ടിലില്ല, നിങ്ങൾക്ക് ഒഴിച്ചുകൂടാനാവാത്ത അതായത് ഒരവസ്ഥയാണ്, മൊബൈലൊന്ന് സംസാരിച്ചേ പറ്റൂ എന്നാണെങ്കിൽ ഹെഡ്ഫോൺ യൂസ് ചെയ്യുക. അതായത് നിങ്ങളുടെ ചെവിയിൽ ടച്ച് ചെയ്തുകൊണ്ട് നിങ്ങൾ ഫോണിൽ സംസാരിക്കാതിരിക്കുക. ഹെഡ്ഫോൺ കണക്ട് ചെയ്തിട്ട് ഹെഡ്ഫോണിൽ കൂടെ സംസാരിക്കുക. അപ്പം നിങ്ങൾ ഒരിക്കലും ഫോൺ നിങ്ങളുടെ അടുത്ത് വെക്കരുത്, കുറച്ചങ്ങ് മാറ്റി വെച്ചിട്ട് ഹെഡ്ഫോണിൽ സംസാരിക്കാൻ പാകത്തിനായിട്ട് നിങ്ങളത് അറേഞ്ച് ചെയ്യുക. ഞാൻ അത് ഒരു നിർവാഹവും ഇല്ലെങ്കിലത്തെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ലാൻഡ് ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങൾ ലാൻഡ് ഫോൺ മാത്രം ഉപയോഗിക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഗർഭിണികൾ ഒരിക്കലും അവരുടെ ഡ്രസ്സിൻ്റെ പോക്കറ്റുകളിലോ അല്ലെങ്കിൽ ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ടോ ഒന്നും പിന്നെ മൊബൈൽ വെക്കാതിരിക്കുക. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇപ്പോൾ പലരോടും നമ്മൾ കേൾക്കുന്നതാണ്, അതായത് നമ്മൾ ഡ്രസ്സിൻ്റെ പോക്കറ്റിൽ, അതായത് വയറിനോട് ടച്ച് ചെയ്തിട്ടുള്ള പോക്കറ്റാണ് ഇപ്പോഴത്തെ ഗൗൺസിനൊക്കെ ഉള്ളത്, അപ്പോൾ നമ്മുടെ നൈറ്റികൾക്കൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളത് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ ഡയറക്റ്റാണ് വയറിലോട്ട് ചെല്ലുന്നത്. അതങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പിന്നെ ഒന്നും നോക്കണ്ട, തീർന്നു. കൊച്ചിന് ഫുള്ളൊരു ബലക്ഷയവും അതൊരു മന്തിപ്പായിരിക്കും കുഞ്ഞുങ്ങൾക്ക്, നമ്മളങ്ങനെ റേഡിയേഷൻ കണ്ടിന്യൂസ് ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നടക്കാതിരിക്കുക.
പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ രാത്രി കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പകൽ സമയത്ത് കിടക്കുമ്പോഴോ നിങ്ങളുടെ മൊബൈൽ നിങ്ങളുടെ പില്ലോയിൻ്റെ അടിയിലോ നിങ്ങളുടെ പരിസരങ്ങളിലോ വെക്കാതിരിക്കുക. അത് മാക്സിമം നിങ്ങൾ മാറ്റി വെക്കുക. നിങ്ങൾ എവിടെയാണോ നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത് അതിൻ്റെ മൊബൈൽ ഡാറ്റയൊക്കെ ഓഫ് ചെയ്ത് നിങ്ങൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ചിട്ട് സ്വസ്ഥമായി കിടക്കുക. കാരണം വെച്ചാൽ ഇതൊന്നും ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് പോലും നമുക്ക് പറയാനാവില്ല. ഇപ്പം നമ്മൾ എത്ര ഇവിടെ എല്ലായിടത്തും കേൾക്കുന്നതാണ് മൊബൈൽ ഫോൺസ് പൊട്ടിത്തെറിക്കുന്നു എന്നൊക്കെ ഉള്ളത്. പിന്നെ വേറൊരു സൊല്യൂഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മൊബൈൽ അത് യൂസ് ചെയ്യണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നമ്മുടെ ഈ ആൻഡ്രോയിഡ് ഫോൺസ് അല്ലാതെ അല്ലെങ്കിൽ നമുക്ക് ടച്ച് സ്ക്രീൻ ഫോൺസ് അല്ലാത്ത പണ്ടത്തെ നോക്കിയേൻ്റെ ഒക്കെ ഒരു ഫോണില്ലേ, അതായത് അതിലൊന്നും റേഡിയേഷനൊന്നും അങ്ങനെയൊന്നുമില്ല, പണ്ടത്തെ ഫോൺ, അതൊക്കെ നമ്മുടെ വലിയ കാരണവന്മാരുടെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പഴയത് സ്റ്റോക്ക് പോലെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് പൊടി തട്ടി എടുക്കുക. അത് പൊട്ടി തട്ടി എടുത്തിട്ട് അതിനകത്തോട് നിങ്ങളുടെ സിമ്മൊക്കെ എടുത്തിട്ട് അതിൽ നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ അതിന് അത്ര റേഡിയേഷൻ വരുന്നില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ഇപ്പം ലാപ്ടോപ്പ് യൂസ് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങളെ പാട്ടൊക്കെ കേൾപ്പിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ഈ സമയത്ത് കുഞ്ഞുങ്ങളെ നല്ല നല്ല വീഡിയോസൊക്കെ നമ്മൾ കാണുന്നത് നല്ലതാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് ഫോൺ ഇല്ലാണ്ട് പറ്റില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങളുടെ കയ്യിൽ ലാപ്ടോപ്പ് ഉണ്ടാകാം, ഇല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് ഉണ്ടാകാം. ഇത് രണ്ടിലും ലാപ്ടോപ്പിലും നിങ്ങൾക്ക് നെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് നെറ്റ് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൽ നിന്ന് തന്നെ ഡെസ്ക്ടോപ്പിലോട്ടും കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നെങ്കിൽ ലാപ്ടോപ്പോ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പോ നിങ്ങൾ നെറ്റ് കണക്ട് ചെയ്ത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് യൂട്യൂബോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് പാട്ട് കേൾപ്പിച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെ പാട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ തന്നെ ഉപയോഗിച്ച് കൈ പിടിച്ചുകൊണ്ട് നടക്കണമെന്നില്ല. കാരണം നമ്മൾ ഈ ഫോണില്ലാത്ത സമയത്തൊക്കെ നമ്മുടെ കാരണവന്മാർ നമുക്ക് ജന്മം കൊടുത്തതാണ്. അപ്പോൾ നമുക്കാണ് ഇപ്പോൾ ഈ എന്താ പറയുക സോഷ്യൽ നെറ്റ്വർക്കുകൾ, അതായത് നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഒന്നും ഇല്ലാണ്ട് ജീവിക്കാൻ മേലാത്ത അവസ്ഥ നമുക്കാണ്. പക്ഷെ നമ്മുടെ കുഞ്ഞിന് വേണ്ടി നമ്മളൊരു 9 മാസം നമ്മൾ ചെറിയൊരു ത്യാഗം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അവരോട് ചെയ്യുന്ന ഏറ്റവും വളരെ നല്ല കാര്യമായിരിക്കും അത്. കാരണം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയത്തില്ല നമ്മുടെ കുഞ്ഞിൻ്റെ ബ്രെയിൻ എങ്ങനെയാണ് വളർന്നു വരിക എന്നുള്ളത്. റേഡിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി, ഞാൻ പറഞ്ഞില്ലേ 60% കുഞ്ഞുങ്ങൾക്കാണ് US പറഞ്ഞത്. അത്രയും കുഞ്ഞുങ്ങൾ ഫുൾ മെൻ്റലി എന്താ പറയുക പ്രോബ്ലമായിട്ട് മെൻ്റലി റിട്ടേർഡ് ആയിട്ട് ആ കുഞ്ഞുങ്ങൾ ജനിച്ച് കഴിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു വലിയ പേരുകളുള്ള അസുഖങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് വരുന്നു. അതൊക്കെ ഈ റേഡിയേഷൻ കാരണം വരുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുമല്ല ഈ പ്രഗ്നൻസി ടൈമിൽ നമ്മുടെ ബോഡി ഫുള്ള് സോഫ്റ്റാണ് ആ സമയത്ത്. അപ്പോൾ നമ്മളിങ്ങനെ മൊബൈലിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഈ ലൈറ്റ് നമ്മുടെ കണ്ണിലോട്ട് അടിച്ച് നമ്മുടെ കാഴ്ചയ്ക്ക് തന്നെ ഐസൈറ്റ് തന്നെ പ്രോബ്ലമായി തീരും. അത് നിങ്ങൾ ആരോട് വേണമെങ്കിൽ ചോദിച്ചു, ഏത് ഡോക്ടർമാരോട് വേണമെങ്കിൽ ചോദിച്ചു നോക്കും. നിങ്ങൾ നമ്മൾ പ്രഗ്നൻസി ടൈമിലും പോസ്റ്റ് ഡെലിവറിയോട് അനുബന്ധിച്ചുള്ള സമയത്ത്, ഡെലിവറി കഴിഞ്ഞോട് ഒരു 40 ദിവസത്തേക്കൊക്കെ നമ്മൾ ഈ മൊബൈൽ ഫോൺസ് യൂസ് ചെയ്താലുണ്ടല്ലോ നമ്മുടെ കണ്ണിൻ്റെ കാഴ്ച പെട്ടെന്ന് ഡൗൺ ആയിപ്പോവും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരുത്തിക്കാതിരിക്കുക. എസ്പെഷ്യലി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പരിഗണന കൊടുക്കുക. ഞാനിപ്പോൾ കുറേ സൊല്യൂഷൻ ഞാൻ പറഞ്ഞു തന്നു. മൊബൈൽ ഫോണിന് പകരം ലാൻഡ് ഫോൺ യൂസ് ചെയ്യാം. ഇനി അതല്ല നിങ്ങൾക്കിപ്പം മൊബൈലിൽ ഇപ്പോൾ വാട്സപ്പൊക്കെ ഇപ്പോൾ നമുക്ക് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കണക്ട് എടുക്കാൻ പറ്റും. അപ്പോൾ വാട്സപ്പ് ആണെങ്കിലും ഫേസ്ബുക്ക് നിങ്ങൾക്ക് അങ്ങനെ ഉപയോഗിക്കണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെയിലൊക്കെ അയക്കാനുണ്ടോ, നിങ്ങൾ വർക്ക് ചെയ്യുന്നവരാണോ, നിങ്ങൾ ലാപ്ടോപ്പ് യൂസ് ചെയ്യുക. ലാപ്ടോപ്പ് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾ മടിയിൽ വെച്ച് യൂസ് ചെയ്യരുത്, ഒരു ടേബിളിൽ വെക്കുക. ഒരു ടേബിളിൽ വെച്ചിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. നിങ്ങളുടെ വയറിനോട് അടുത്ത് വെച്ചിട്ട് ലാപ്ടോപ്പും ആയാലും വെക്കരുത്. പിന്നെ ഇപ്പോൾ നമ്മൾ TV-കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം സ്മാർട്ട് TV-കളായിരിക്കും എല്ലാവരുടെ അടുത്തും ഉള്ളത്. അവിടുന്ന് പഴയ TV-കളൊന്നും കാണില്ല. അപ്പം TV-കളിലാണ് നിങ്ങൾക്ക് നെറ്റ് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ നിന്നും ഉപയോഗിക്കാം. അപ്പോൾ ലാപ്ടോപ്പോ ഡെസ്ക്ടോപ്പോ അല്ലെങ്കിൽ TV-യോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുക. മൊബൈൽ ഫോൺസ് മാക്സിമം ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല എന്നുള്ളൊരവസ്ഥ. ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലൊക്കെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അർജൻറ്റായിട്ട് കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലാപ്ടോപ്പില്ലേ ഇല്ലെങ്കിൽ നമ്മുടെ ഡെസ്ക്ടോപ്പില്ലേ അതിലൂടെ നിങ്ങൾക്ക് കാണാമല്ലോ. മൊബൈൽ തന്നെ വേണം എന്ന് നിർബന്ധമില്ലല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ അത്ര നിർബന്ധമായി സംസാരിച്ചേ പറ്റൂ എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾ ഹെഡ്ഫോൺ യൂസ് ചെയ്ത് നിങ്ങൾ സംസാരിക്കുക. അപ്പോൾ ഇതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. നിങ്ങൾ പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കരുത്. അത്ര അത്യാവശ്യം നമുക്ക് ഒഴിവാക്കാൻ മേലാത്ത ഒരു അവസ്ഥയില്ല മൊബൈൽ. കാരണം മൊബൈലിന് പകരമായിട്ട് നമുക്ക് ഒത്തിരി എന്താ പറയുക നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഒത്തിരി സൊല്യൂഷനുണ്ട്. മൊബൈൽ ഇല്ലെങ്കിൽ അതിന് പകരമായി യൂസ് ചെയ്യാവുന്ന നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകൾ വേറെ കുറേ ഉണ്ട്. അപ്പം നിങ്ങൾ അത് യൂസ് ചെയ്യുക. മൊബൈൽ ഫോൺ നിങ്ങൾ യൂസ് ചെയ്യരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വൈഫൈ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളത് രാത്രി കിടക്കുമ്പോൾ നിങ്ങളത് രാത്രി ഓഫാക്കിയിട്ട് വേണം കിടക്കാൻ. കാരണം വൈഫൈൻ്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് തന്നെ
ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പം പല പഠനങ്ങളും പറയുന്നുണ്ട് വൈഫൈയുടെ റേഡിയേഷൻ കാരണം നമ്മുടെ വലിയവരുടെ തന്നെ ബ്രെയിൻ പ്രോബ്ലം ആവുന്നു. അപ്പം പ്രത്യേകിച്ച് ഒരു ഗർഭിണിയുടെ കാര്യം ഒന്ന് ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണെങ്കിൽ തന്നെയും വൈഫൈ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രിക്ക് അത് ഓഫ് ആക്കിയിട്ട് കിടക്കുക. അപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നോട് ആർക്കും ഒന്നും തോന്നണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ സ്വീകരിച്ചോ. നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. ഒരു 9 മാസത്തെ കാര്യമുള്ളൂ. അത് നിങ്ങൾക്കൊന്ന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിനോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു കർമ്മമായിരിക്കും അത്. ഓക്കെ, അപ്പം നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റ.